Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അപ്പമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് പുളിപ്പിക്കാത്ത അപ്പമാട്ടോ ഇത്. അരി അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു അപ്പമാണിത്. ഇത് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/4 കപ്പ് പച്ചരി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. ഇത് കഴുകിയിട്ടാണ് കുതിർത്ത് വെച്ചത്. എന്നാലും ഇത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കഴുകണം കേട്ടോ. ഇത് കഴുകിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് തേങ്ങ, വെള്ളം 1/3 കപ്പ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചിട്ട് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ചേർക്കാം കേട്ടോ. അരി ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ നമ്മൾ 1/3 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഒരു ചെറിയ തരിയോട് കൂടി വേണം അരയ്ക്കാനായിട്ട്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരി അരയ്ക്കത്തില്ലേ, അതുകൂട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇത് കണക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കണ്ട കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ അധികം അരച്ചെടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരയ്ക്കാം കേട്ടോ. ഇങ്ങനത്തെ അപ്പം അമ്മച്ചിയാണ് ഉണ്ടാക്കി തരല് ഞങ്ങൾക്ക്. അമ്മച്ചി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാട്ടോ, മമ്മിയുടെ അമ്മയാണ്. അപ്പോൾ അമ്മച്ചി ഇത് 4 മണി പലഹാരമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. അന്ന് അമ്മച്ചിയൊക്കെ ഈ അരി അരച്ച് തരുന്നത് അരകല്ലയിൽ വെച്ചിട്ടാണ് അരയ്ക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ജാറിൻ്റെ അകത്ത് കുറച്ച് മാവുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. ജാറ് മിക്സിയിലോട്ട് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാവ് ഫുള്ളായിട്ടങ്ങ് പോകുന്നുള്ളൂ കേട്ടോ. ഇതുണ്ടോ, അതിലോട്ട് ഇഷ്ടമൊന്ന് അടിച്ചെടുത്തപ്പോഴത്തേക്ക് ആ മാവ് ഫുള്ളായിട്ടൊന്ന് അതിൽ നിന്ന് ബ്ലേഡിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാവ് നന്നായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ മാവിൻ്റെ അടുത്തേക്ക് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ടോട്ടൽ ചേർത്തേക്കണ വെള്ളം 1/3 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു പരുവമാണ് വേണ്ട കേട്ടോ. ഇതിനി വെച്ചേക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ തൂക്കാം കേട്ടോ. എണ്ണ തൂത്തിൽ നോൺ സ്റ്റിക്കൊക്കെ ആകുമ്പോൾ ഇതിനകത്ത് എണ്ണ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കനം കുറയ്ക്കണ്ട. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. ഇത് അടച്ചു വെക്കുമ്പോൾ ഒരു മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ടിക്ക് ഒഴിക്കുന്നതല്ലേ, അപ്പോൾ ഒന്ന് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ചു വെക്കുന്നത്. അതുപോലെ ഈ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, ഒന്ന് മറിച്ചിടാം. മറ്റേ സൈഡ് മൂത്തിട്ടുണ്ട്, ഇനി മാറ്റാം. ഇതിപ്പോൾ ഇച്ചിരി വലിപ്പമുള്ള പാത്രം ആയതുകൊണ്ട് ഞാൻ ഒരു തവയിൽ തന്നെ 3 എണ്ണം ഒഴിക്കാൻ പോകാം കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് തുറന്ന് മാറ്റാം. ഇത് അടച്ചു വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് വരും കേട്ടോ. ഇതിപ്പോൾ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് മറിച്ചിടാം. ഇതിപ്പോൾ ഈ സൈഡ് മൂത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും കേട്ടോ. ഇതിപ്പോൾ ഈ സൈഡ് മൂത്തിട്ടുണ്ട്. ഇതുണ്ടോ,
ആ മാവെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാട്ടോ, നല്ല സോഫ്റ്റ് ആട്ടോ ഈ അപ്പം. കണ്ടോ? ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജീരകമൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്